മലയാളി വാർത്ത ഇപ്പോഴുള്ളത് പത്തനംതിട്ടയിലാണ്. വളരെ വാശിയേറിയൊരു മത്സരം ഇത്തവണ കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട. എന്താണ് കാരണമെന്നാൽ BJPയും LDFും അതുപോലെ തന്നെ UDFും നല്ല രീതിയിൽ വിജയപ്രതീക്ഷ പുലർത്തുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. ലോക്സഭാ മണ്ഡലത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം 3 തലമുറയായി UDFിനെ കൈവിടാത്ത മണ്ഡലമാണ് പത്തനംതിട്ട. 15 വർഷക്കാലമായി ആൻ്റണി തന്നെയാണ് UDFിൻ്റെ അമരക്കാരനായി പത്തനംതിട്ടയിൽ നിലകൊള്ളുന്നത്. ഇക്കുറി ജനങ്ങളത് മാറ്റി ചിന്തിക്കുമോ, ആൻ്റണിക്ക് തന്നെ ആയിരിക്കുമോ ഇനിയും സാധ്യത എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. പ്രധാനമായും പത്തനംതിട്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വിശാലമായ ഒരു മണ്ഡലം തന്നെയാണ്. നിരവധി കാര്യങ്ങളാണ് പത്തനംതിട്ടയെക്കുറിച്ച് പറയാനുള്ളത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു ശബരിമല യുവതീ പ്രവേശനവും അതുമായി ബന്ധപ്പെട്ടുണ്ടായ പല വിഷയങ്ങളും നമ്മളേവരും കണ്ടത്. വലിയ തോതിൽ അത് ജനങ്ങളെ ഉൾപ്പെടെ സ്വാധീനിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാലും വോട്ടർമാരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാനായി ആർക്കും തന്നെ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വശം. അതുപോലെ തന്നെ ഇത്തവണ പലവിധ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി തന്നെയാണ് BJPയും അതുപോലെ LDFും UDFും പോരാട്ടച്ചൂടിൽ ഇറങ്ങിയിരിക്കുന്നത്. പോരാട്ടച്ചൂടെന്ന് പറയുമ്പോൾ പൊരുവെയിലത്ത് ഒരു ദയാദാക്ഷിണ്യവുമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തകരൊക്കെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. കടുത്ത വെയിലിനെയും അതിജീവിച്ച് അവഗണിച്ച് തന്നെയാണ് അവർ ജനങ്ങൾക്കുള്ളിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നതാണ് പത്തനംതിട്ട ടൗണിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ KSRTC നിലയമാണ്. ഇതിനു ചുറ്റുമായി പരന്നു കിടക്കുന്ന മലനിരകളും മറ്റുമൊക്കെ ഇവിടുത്തെ അന്തരീക്ഷത്തെ തന്നെ സൂചിപ്പിക്കുന്നതാണ്. പ്രധാനമായും പത്തനംതിട്ടയിൽ പറയുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് യുവജനങ്ങളൊക്കെ വിദേശത്തേക്ക് പാർക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. തൊഴിലവസരങ്ങൾ ഇവിടെ സൃഷ്ടിക്കാത്തതൊരു വലിയ പ്രശ്നമായി ജനങ്ങൾ തന്നെ പറയുന്നുണ്ട്. 2019 തന്നെ 3 മുന്നണികളും ഈ വിഷയങ്ങളൊക്കെ ഉയർത്തിക്കാട്ടി തന്നെ ശക്തമായൊരു മത്സരമായിരുന്നു അന്ന് കാഴ്ചവെച്ചത്. പ്രത്യേക സാഹചര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനിടയിൽ കാണാനായി സാധിച്ചത്. 2024 ആകുമ്പോഴേക്ക് അതിൽ മറ്റെന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് കണ്ടറിയേണ്ടത്. കഴിഞ്ഞ തവണത്തേത് നോക്കുകയാണെങ്കിൽ പോലും വാശിയേറിയ ഒരു ത്രികോണ മത്സരം തന്നെയായിരുന്നു അവിടെ കാഴ്ചവെച്ചത്. കഴിഞ്ഞ തവണ 2019 ഏറ്റുമുട്ടിയതാകട്ടെ BJPയുടെ NDAയ്ക്ക് വേണ്ടി K. സുരേന്ദ്രനും അതുപോലെ LDFിനായി നിലവിലെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ വിജയനും അതുപോലെ ആൻ്റണിയുമായിരുന്നു. 44,243 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു ആൻ്റണി ഹാട്രിക് വിജയം നേടിയെടുത്തത്. പക്ഷേ ഇന്ന് 2024 2019 സവിശേഷ സാഹചര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. തുടർച്ചയായി 4ാം വട്ടവും ആൻ്റണിക്ക് തന്നെ ആയിരിക്കുമോ ഇവിടെ സാധ്യത എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഒരു അട്ടിമറി വിജയം തന്നെയാണ് LDFും ഇവിടെ പ്രതീക്ഷിക്കുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണത്തിലിരിക്കുന്നൊരു പാർട്ടിയാണ്, നല്ല രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്, അതോടൊപ്പം സ്ഥാനാർത്ഥി പ്രബലനാണ്, നല്ല രീതിയിൽ ധനകാര്യം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. പത്തനംതിട്ടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്തനംതിട്ടയിൽ ഇല്ലാത്ത ബാങ്കുകളില്ല എന്നാണ് പൊതുവിൽ പറയുന്നത്. വിദേശ നിക്ഷേപം, വിദേശ പ്രവാസികൾ ഒട്ടനവധിയുള്ള നാടായതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ബാങ്കുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ധനകാര്യം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായി തോമസ് ഐസക്കിന് സാധിക്കുമെന്ന് അദ്ദേഹം തന്നെ വാദിക്കുന്നുണ്ട്. കഴിവ് തെളിയിച്ച ഒരു മുൻമന്ത്രി തന്നെയാണ്. പക്ഷേ അതിനിടയിലും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി പല വിവാദങ്ങളും നിൽക്കുന്നു. മസാല ബോണ്ടും ED അന്വേഷണവുമൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഇതിനെ ആയുധമാക്കാൻ തന്നെയാണ് BJPയും ശ്രമിക്കുന്നത്. 5 വർഷം കേരളം ഭരിച്ചിട്ടും ധനമന്ത്രി മോശകരമായ ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചു എന്ന് തന്നെയാണ് NDA സ്ഥാനാർത്ഥിയായ അനിൽ ആൻ്റണിയും ഇവിടെ പ്രചരണ രംഗത്ത് പറയുന്നത്. 15 വർഷം ഭരിച്ചിട്ടും മണ്ഡലത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല എന്നാണ് ആൻ്റണിയെക്കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുന്നത്. സമാനമായ രീതിയിൽ UDFും ഇനിയൊരു അവസരം കിട്ടിയാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുകയാണ്. LDF ഇതിനെയൊക്കെ തന്നെ മാറ്റി ചിന്തിക്കാനായി എന്ത് ചെയ്യണം, ഇവിടെ ലോക്സഭാ മണ്ഡലത്തിൽ LDF പ്രതിനിധി ഉണ്ടായാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തിലും അടിയുറച്ച വിശ്വാസം അവർ പങ്കുവയ്ക്കുന്നുണ്ട്, വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്. ഇതാര് നിറവേറ്റും, പത്തനംതിട്ടയിൽ ആര് വാഴും ആര് വീഴും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കേവലം 80,000 വോട്ടുകൾ തന്നെയാണ് നിർണായകമായിട്ടുള്ളത്. NDAയിൽ നിന്നും UDFിലേക്ക് നടുക്കായി LDFും നിലകൊള്ളുന്നു. കേവലം 50,000 വോട്ടുകൾ മാറി മറിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്നുള്ളത് പ്രവചനാതീതമാണ്. ആർക്കും ജയിക്കാം. ഏറ്റവും അധികം വിജയസാധ്യത BJP കൽപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് തിരുവനന്തപുരം പോലെ തന്നെ, തൃശ്ശൂർ പോലെ തന്നെ ഒന്ന് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പത്തനംതിട്ട എന്നതുകൂടി ഈ അവസരത്തിൽ പറയേണ്ടതാണ്. അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രചരണം തുടങ്ങിയ സാഹചര്യത്തിൽ കേരളത്തിൽ ആദ്യമായി എത്തിച്ചേർന്ന ഒരു മണ്ഡലം എന്നുള്ളതും
ഏറ്റവും സവിശേഷമായൊരു മണ്ഡലം എന്നുള്ളതും പത്തനംതിട്ട തന്നെയാണ്. ജനങ്ങൾ അപ്രതീക്ഷിതമായി വരവേറ്റ ഒരു സാഹചര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി ഇവിടുത്തെ BJP പ്രവർത്തകർ വലിയ ആഹ്ലാദത്തിലാണ്. അതേക്കുറിച്ചുള്ള വിശേഷങ്ങളും നമുക്ക് ചോദിച്ചറിയാം.